السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وآل كل وصحابة أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മാന്യ ശ്രോതാക്കളെ, റഹ്മുറാഹിമായ റബ്ബുൽ ഇസ്സത്ത് മുഴുവൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം വകഞ്ഞുമാറ്റി ഉന്നതമായ വിജയത്തിലേക്കും ലക്ഷ്യപ്രാപ്തിയിലേക്കും എത്തിച്ചേരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് തടസ്സമാകുന്ന എല്ലാറ്റിനെയും വകഞ്ഞു മാറ്റി ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ അല്ലാഹു തആല എല്ലാ വഴികളും എല്ലാ മാർഗങ്ങളും അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുമ്പോൾ ഏതു മാർഗത്തിലൂടെയും എത്തുന്ന അധാർമിക വഴികളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യനും ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപാട് ലക്ഷ്യങ്ങൾ, ഒരുപാട് ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, സ്വപ്നങ്ങൾ നാം നെയ്തെടുക്കുകയും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാതെ നാം തകർന്നടിക്കുകയും ചെയ്യുന്ന പലരെയും നമുക്ക് കാണാം, കേൾക്കാം. എന്നാൽ വളരെ അത്ഭുതാകരമായി ഒരിക്കലും ആരും ആ ലക്ഷ്യം അയാൾക്ക് കൈവരിക്കാൻ കഴിയില്ല, അവന് കൈവരിക്കാൻ കഴിയില്ല, അവൾക്ക് കൈവരിക്കാൻ കഴിയില്ല എന്ന് 100 പ്രാവശ്യം പറഞ്ഞ പലരും വിജയശ്രീ ലാളിതരായി വിജയത്തിൻ്റെ ഉന്നത സോപാനങ്ങളിലും ലക്ഷ്യപ്രാപ്തികളിലും എത്തിച്ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യമെന്ന് പരിശോധിച്ചാൽ, ആദ്യമായി അവർക്ക് വളരെ സ്വഹീഹായ ഒരു ഹദഫ്, നല്ലൊരു ലക്ഷ്യബോധം അവരുടെ മുമ്പിൽ ഉണ്ടായി എന്നുള്ളതാണ്. ആദ്യമായി ഒരാൾക്കും ഉന്നതമായ സ്ഥാനവും വിജയവും ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും വേണ്ടത് കൃത്യമായ ലക്ഷ്യബോധവും നിർണയവുമാണ്. അത് ചിലപ്പോൾ വളരെ വലിയ ലക്ഷ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ലക്ഷ്യങ്ങളായിരിക്കാം. വലുതായാലും ചെറുതായാലും എനിക്കതൊന്നും കഴിയില്ലല്ലോ, എൻ്റെ കുടുംബ പശ്ചാത്തലം, സാമ്പത്തികമായ ചോയ്സുകളും ഇതെല്ലാം അതിന് തടസ്സമാണല്ലോ എന്ന് നാം ചിന്തിക്കേണ്ടതില്ല. ചരിത്രത്തിൽ പരിശോധിച്ചാൽ വളരെ അധോഗതിയിലുള്ള, വളരെ താഴ്ന്ന തട്ടിലുള്ള പലരും ഔന്നത്യത്തിൻ്റെ ഉന്നത സോപാനങ്ങളിലേക്ക് എത്തിച്ചേർന്നത് അവരുടെ മുമ്പിലുള്ള കൃത്യമായ ലക്ഷ്യബോധവും അതിനുവേണ്ടിയുള്ള അതിശക്തമായ തീവ്രമായ പ്രയത്നങ്ങളുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രയത്നത്തിന് മുമ്പിൽ, അവരുടെ ലക്ഷ്യപ്രാപ്തി എത്തിച്ചേരാനുള്ള പ്രവർത്തനത്തിന് മുമ്പുള്ള ഏത് തടസ്സങ്ങളെയും വകഞ്ഞു മാറ്റാനുള്ള, അതിനെ മുഴുവനും തൃണവൽക്കരിക്കാനുള്ള മനക്കരുത്ത്, ഈ 3 കാര്യങ്ങളും ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായി അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിൻ്റെ ഹബീബ് നേരത്തെ തന്നെ പ്രവചനം നടത്തിയിട്ടുള്ള കിസ്രയുടെ വെള്ളക്കൊട്ടാരം അത് കീഴടക്കുന്ന ദിവസം വരാനുണ്ട് എന്ന് ഹബീബായ നബി തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഹിജറ നടത്തുന്ന സമയം, മദീന പലായന സമയത്ത് തന്നെ പിന്തുടർന്ന് 100 ഒട്ടകമാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് 2 പ്രാവശ്യം ഒട്ടകത്തിൻ്റെ കാല് ഭൂമിയിലേക്ക് താഴ്ന്ന് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്ഷ ചോദിച്ചു. 3-ാമത്തെ പ്രാവശ്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കുകയാണ്, കൈഫ ഹാലുക യാ സുറാഖ, സുറാഖ നിന്റെ അവസ്ഥ എന്തായിരിക്കും? അതേ, എന്താണത്? കിസ്രായുടെ കൊട്ടാരത്തിലെ ആ കൊട്ടാരത്തിലേക്ക് കയറിച്ചെന്ന് വിജയം വലിച്ചുകൊണ്ട് ആ കിസ്രയുടെ കടകവളകൾ നിന്റെ കയ്യിൽ അണിയുന്ന ദിവസം എന്തായിരിക്കും നിന്റെ അവസ്ഥ? നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചനം നടത്തിയതാണ്. സുറാഖത്ത് മാലിക് റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം ആശ്ലേഷിക്കുകയും പ്രസിദ്ധനായ സ്വഹാബി വര്യനാകുകയും ചെയ്തു. ഈ സൈന്യത്തിൽ മഹാനായ സുറാഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അന്ന് സ്വഹാബികൾ പറഞ്ഞു, ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുന്നു, സുറാഖ
നിന്റെ കയ്യിൽ കിസ്റയുടെ കടകവള അണിയിക്കുക. അന്ന് അവർ യാത്ര ചെയ്ത് ആ നദിയിലൂടെ, നദിയുടെ ഉപരിതലത്തിലൂടെ നാം നല്ല ടാർ ചെയ്ത് റോഡിലൂടെ നടക്കുന്നത് പോലെ സ്വഹാബത്തുൽ കിറാം അവരുടെ വാഹനപ്പുറത്തും നടന്നുകൊണ്ടും പരസ്പരം സംസാരിച്ചു കൊണ്ട് ചെല്ലുന്ന കാഴ്ച കണ്ടുകൊണ്ട് ആ ശത്രുക്കൾ പേടിച്ച് അമ്പരന്ന് പോയിക്കൊണ്ട് അവര് ഒരു യുദ്ധത്തിന് പോലും നിൽക്കാതെ കീഴടങ്ങിയെങ്കിൽ അവരുടെ ആ ലക്ഷ്യബോധമാണത്. മാത്രമല്ല, ഏത് പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റാനുള്ള അവരുടെ ശക്തമായ ലക്ഷ്യം കൈവരിക്കാനുള്ള ആഗ്രഹമാണത്. ലക്ഷ്യത്തിലെത്തിയേ കീഴടങ്ങൂ എന്നുള്ള ആ ശക്തമായ നിയ്യത്താണ് അവരെ അന്ന് വിജയത്തിലേക്ക് വരിച്ചത്. ഒപ്പം അവർ ചൊല്ലിയിട്ടുള്ള അള്ളാഹുലുള്ള തവക്കുലും ദിക്റുകളും അത് വിജയത്തിലേക്ക് ഒന്നുകൂടി ആക്കം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരാളും വിജയം വരിക്കാൻ അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ കൃത്യമായ ലക്ഷ്യബോധം നമുക്ക് വേണം. നമ്മളെ മക്കളെയും അതുപോലെ തന്നെ നാമുമായി ബന്ധപ്പെട്ടവരെയും നാം ആദ്യമായി ഒരു കൃത്യമായ ലക്ഷ്യബോധമുണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. പിന്നീട് ആ ലക്ഷ്യം ഫോക്കസ് ചെയ്തുകൊണ്ട് തീവ്രമായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. ലക്ഷ്യബോധം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനുവേണ്ടി നാം പണിയെടുക്കണം. അതിനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി മഞ്ചദ്ദ വജദ, ഒരാൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് എത്തിക്കുകയും തന്നെ. ശക്തമായ ആ ഫൈദ ഹസംത ഫതവക്കൽ അല്ലാഹ്, നീ ആസിമ് ചെയ്ത് ദൃഢനിശ്ചയത്തോടു കൂടി ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ, എന്നിട്ട് അള്ളാഹുവിനെ തവക്കലാക്കി ഇറങ്ങിയാൽ നിനക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിന് വേണ്ടി നാം ശക്തമായി പ്രവർത്തിക്കുകയും ശക്തമായി ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയം വരിക്കാം. ഇങ്ങനെ നാം വിജയം വരിക്കാൻ പിന്നീട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നേരത്തെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു നേതൃത്വത്തിൽ വൈറ്റ് ഹൗസ് കീഴടക്കിയിട്ടുള്ള അവർ ഉരുവിട്ടിട്ടുള്ള ദിക്റുകൾ, അവരുടെ തവക്കുല്, ഈ ദിക്റുകളും അതുപോലെ തന്നെ പ്രത്യേകമായ ചില ആയത്തുകളുമെല്ലാം നാം ഉരുവിട്ട് കഴിഞ്ഞാൽ, നാം അതിൻ്റെതായ രീതിയിൽ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. കൂടുതൽ വിശദമായി ഞാൻ ആ വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല. നമുക്കറിയാം, മഹത്തുക്കൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ, അതിൻ്റെ എണ്ണം നാം കൃത്യമായി ചൊല്ലിക്കൊണ്ട് അത് പൂർത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് ഉന്നതമായ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. നമുക്കറിയാം, ചിലപ്പോൾ പലരും നമ്മുടെ ലക്ഷ്യത്തിന് തടസ്സമാവുന്നത് എൻ്റെ കുടുംബ പശ്ചാത്തലം, അതിന് ഒരിക്കലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നതല്ലോ, സാമ്പത്തികമായ അത്ര വലിയ ചോയ്സ് ഒന്നും എനിക്കില്ലല്ലോ എന്നൊക്കെ പലപ്പോഴും നാം ചിന്തിക്കേണ്ടതില്ല. നാം ശക്തമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എത്താൻ കഴിയും. അതിന് നിരവധി തെളിവുകൾ നമുക്ക് കാണാം. മഹാന്മാരായ താബീങ്ങളുടെ ചരിത്രത്തിൽ, അതുപോലെ തന്നെ പിൻഗാമികളുടെ ചരിത്രത്തിലൊക്കെ നിരവധി ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാളിയായ മൗലാന മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ശക്തമായി വാദിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സ്വതന്ത്രമായ 6 അടി മണ്ണ്, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ പോയിക്കൊണ്ട് ബ്രിട്ടീഷുകാരൻ്റെ കുഞ്ചുരോമം പിടിച്ചു കുലുക്കിക്കൊണ്ട് മഹാനവറുകൾക്ക് പറയാൻ കഴിഞ്ഞത് ആ ലക്ഷ്യബോധമാണ് മഹാനവറുകളെ നയിച്ചത്. ഇങ്ങനെ ചരിത്രത്തിൽ നിരവധി ആളുകളെ കാണാം. നമുക്കറിയാം, വളരെ പാവപ്പെട്ടവനായിരുന്ന ഒരു മുഅദ്ദിന്റെ മകനായിരുന്ന, പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിരുന്ന ഒരു മുഅദ്ദിനിന്റെ മകനായിരുന്ന എപിജെ അബ്ദുൽ കലാം വളരെ ഉന്നതമായ സ്ഥാനം കൈവരിച്ചത് അദ്ദേഹത്തിന്റെ ലക്ഷ്യബോധം കൊണ്ടാണ്. ഇങ്ങനെ ചരിത്രത്തിൽ നമുക്ക് നിരവധി കാണാം. മഹത്തുക്കൾ മുഴുവനും പഠിപ്പിച്ചെന്നു. അത് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മഞ്ചദ്ദ വജദ, ഒരാൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ പരിശ്രമിച്ച കാര്യം അവന് ലഭിക്കുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏതൊരു കർമ്മവും അതിൻ്റെ സാധുതയിലെത്തുന്നത് അതിൻ്റെ നിയ്യത്ത് കൊണ്ടാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ശക്തമായ കരുത്ത്, ശക്തമായ നിയ്യത്ത് നമുക്ക് വേണം. ഏതൊരു മനുഷ്യനും അവന്റെ പ്രവർത്തനം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് അവന് എത്താൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ റിഫായി റളിയല്ലാഹുവിനോട് അവിടുത്തെ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്, ആത്മീയമായ ഔന്നത്യം കൈവരിക്കാൻ മുൽത്തഫിത്തുല്ലായസിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാനവറുകൾ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലി അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട് മഹാനവറുകൾ നടന്നു. മുൽത്തഫിത്തുല്ലായസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ ലക്ഷ്യം
ലക്ഷ്യപ്രാപ്തി കൈവരിക്കുകയില്ല. മഹാനവറുകൾ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. മുശക്കിക്കുല്ലായസിൽ ഞാൻ ലക്ഷ്യത്തിലെത്തുമോ, എനിക്ക് ഉന്നതി കൈവരിക്കാൻ കഴിയുമോ എന്ന് സംശയാലുവായ മനുഷ്യൻ അവനും ഉന്നതി പ്രാപിക്കാൻ കഴിയില്ല. അപ്പൊ ശക്തമായ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അത് കൈവരിച്ചേ നിർത്തൂ, അല്ലെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രബോധന വീതിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ അബൂ താലിബിന്റെ അടുത്ത് എന്നുകൊണ്ട് പറഞ്ഞ സമയത്ത്, ഇതാ എൻ്റെ ഒരു കയ്യിൽ സൂര്യനും മറുകയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഒന്നിരിക്കൽ ഈ പ്രബോധന വീതിയിൽ ഞാൻ വിജയിക്കുക, അല്ലെങ്കിൽ ഞാൻ മരിച്ചു വീഴുക, ഒന്നിലല്ലാതെ എനിക്ക് മറ്റൊന്ന് ചിന്തിക്കേണ്ടതില്ല എന്ന ശക്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആ പ്രബോധന വീതിയിൽ വിജയിക്കുമെന്ന ശക്തമായ ആഗ്രഹം പറഞ്ഞപ്പോൾ, എന്നാൽ നീ നിന്റെ വഴിയിലൂടെ മുന്നേറിക്കൊള്ളുക, ഞാൻ മരിച്ചിട്ടല്ലാതെ നിന്നെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയില്ലെന്ന് മഹാനായ അബൂ താലിബ് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്യത്തിലുള്ള ശക്തമായ ഉറച്ച വിശ്വാസവും അത് വിജയം വരിച്ചേ നിർത്തൂ എന്നുള്ള അതിശക്തമായ ആഗ്രഹവുമാണ് അവിടെ ഹബീബായ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ലക്ഷ്യം വരിക്കാൻ മഹാന്മാരൊക്കെ ചൊല്ലിയതുപോലുള്ള ദിക്റുകളും അതുപോലെ തന്നെ ഖുർആന്റെ വിശുദ്ധമായ സൂക്തങ്ങളൊക്കെ നമ്മൾ അതുകൂടി ചെയ്യുമ്പോൾ നമുക്ക് ആ ലക്ഷ്യത്തിനുള്ള മറ്റ് തടസ്സങ്ങൾ കൂടി, ആത്മീയമായ രംഗത്തുള്ള വിജയങ്ങൾ, നമുക്ക് പൈശാചികമായി മറ്റുമുള്ള തടസ്സങ്ങൾ കൂടി ഇല്ലാതെയാക്കാനും അത് വകഞ്ഞു മാറ്റാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ യാ ലത്തീഫ് എന്ന ദിക്ർ 16,641 പ്രാവശ്യം ചൊല്ലുക. യാ ലത്തീഫ് എന്ന ദിക്ർ, യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് എന്ന് 16,641 പ്രാവശ്യം ചൊല്ലുക. ശേഷം 7 ഫാത്തിഹ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അതുപോലെ തന്നെ ആ സമാനിൻ്റെ കുത്തുബ്, ഈ കാലഘട്ടത്തിൻ്റെ കുത്തുബുമാർക്കും ഔലിയാക്കൾക്കും, ആ ഔലിയാക്കളിൽ വ്യത്യസ്ത വിഭാഗമായ നുജബാഉ ഔത്താദ് മറ്റ് സ്വാലിഹ്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ഹദിയ ചെയ്യും. ശേഷം 7 പ്രാവശ്യം താഴെ കാണുന്ന ദുആ ചൊല്ലുക. ആവശ്യങ്ങൾ അല്ലാഹുവോട് ചോദിക്കുക, ഉത്തരം കിട്ടുമെന്ന ആ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നാം ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ്. اللهم يا رب الأرباب مرب الكل بلطيف ربوبيتك أسرع لي بسريان لطفك الخفي بلا محنة وقلبني بين إصبعين من أصابع لطفك حتى أشهد لطيف لطفك في كل جهة وقعت الإشارة إليها أو عجزت عنها حتى عيرك بحاء لطفك مبتهجا بحلاوة ذلك البحر حلاوة تغذى أرواح المرتاحين لفهم أسرارك وامنحني من أسمائك نورا من نورك الذي من تضرع به وقي شر ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها إنك أنت اللطيف الخبير وصلى الله على سيدنا محمد وعلى آله وصحبه وسلم എന്ന ദുആ കൂടി നാം ചൊല്ലുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ എന്നിട്ട് ഈ മഹാന്മാരൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഈ ദുആ മുൻനിർത്തിക്കൊണ്ട് ഈ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നാം ദുആയിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വിജയം വരിക്കാൻ കഴിയും. ഇനി അഥവാ ഇത് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിയാണ്. വെള്ളിയാഴ്ച ജുമാസ്കാരം, ദിക്റും ദുആയും മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഫത്ഹ് ഒളുവോടുകൂടി കിബ്ലക്ക് തിരിഞ്ഞ് നന്നായി ഇരുന്നു കൊണ്ട് 7 പ്രാവശ്യം ഓതിയ ഫത്താഹ് എന്ന ദിക്ർ 481 പ്രാവശ്യം ചൊല്ലുക. ഇപ്രകാരം തുടർച്ചയായി 7 ദിവസം ളുഹർ നിസ്കാരത്തിന് ശേഷം ചൊല്ലുക. അപ്പം അടുത്ത വെള്ളിയാഴ്ച വരെ അങ്ങനെ ചൊല്ലിയാൽ നമുക്ക് ദുആ ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. ഉന്നതമായ ഒരു വിജയം നമ്മൾ ഉദ്ദേശിച്ചു, ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു പക്ഷേ ഒരു നല്ല ഡോക്ടറാവാൻ, എൻജിനീയറാകാൻ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഉദ്യോഗ രംഗത്ത്, പഠന രംഗത്തൊക്കെ പുരോഗതിയിലെത്താൻ വേണ്ടിയായിരിക്കും നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ നല്ല ഒരു മതപണ്ഡിതനാകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ താൻ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയിൽ നമുക്ക് ഉന്നതമായ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി, വിജയത്തിലെത്താൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ
ഇതിനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നാം ഇത് ചെയ്താൽ നമുക്ക് ഉന്നത വിജയവും ലക്ഷ്യവും ഇതോടുകൂടി കൈവരിക്കാൻ സാധിക്കും. ഭൗതികവും അഭൗതികവുമായ ലക്ഷ്യങ്ങൾ ഇതിൽ നമുക്ക് ഉദ്ദേശിക്കാം. ഈ ഉദ്ദേശത്തിൽ നമുക്ക് വിജയം വരിക്കാൻ ഈ കാര്യങ്ങൾ നാം ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ കുറഞ്ഞ സമയം അതിനു വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ലക്ഷ്യപ്രാപ്തി നമുക്ക് കൈവരിക്കും. ലക്ഷ്യപ്രാപ്തിക്ക് അവ്വലു ആഖിറു എന്ന ദിക്ർ എല്ലാ സുബ്ഹി നിസ്കാരത്തിന് ശേഷം 838 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്ത് അത് പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വിജയം വരിക്കാൻ കഴിയും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സമ്പൂർണ്ണ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ലക്ഷ്യങ്ങൾ അത് അള്ളാഹു പൊരുത്തപ്പെടുന്ന നല്ല ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കാനും ആ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ ഉന്നതമായ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനും കൈവരിച്ച ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളെ മക്കളെയും നമ്മുടെയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു തആല പരിപൂർണമായ ലക്ഷ്യത്തിൽ എല്ലാ രംഗത്തും എത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.